MD സാറിന്റെയും മമ്മൂക്കയുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കോമ്പിനേഷനിൽ മാമിന് ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? ഒരു വടക്കൻ വീരഗാഥ. ഒട്ടും ആലോചിക്കണ്ട എനിക്ക്. അത് തന്നെയാണ് മൊത്തത്തിലല്ലേ. ഒരുപാട് നല്ല നല്ല സിനിമകൾ. ഇപ്പൊ ആൾക്കൂട്ടത്തിൽ തനിയെ വേറൊരു ഇഷ്ടപ്പെട്ട സിനിമയാണ്. അങ്ങനെ ഒരുപാട് എൻ്റെ പഴശ്ശിരാജ ഇഷ്ടമാണ്. പക്ഷെ ഒരു വടക്കൻ വീരഗാഥ എന്തുകൊണ്ടോ വളരെ എൻ്റെ ബെസ്റ്റ് സിനിമ ലിസ്റ്റിൽ എപ്പോഴും ഉള്ളൊരു സിനിമയാണത്. അതെ, അത് മാറ്റി വെക്കാനേ നമുക്കൊന്നും അല്ല, അതിനപ്പുറത്തേക്കും ഒന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. ഇപ്പം MD സാറിൻ്റെ പഴയ പല സിനിമകൾ എടുക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പോലും ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പരിണയത്തിലെ താത്രയാകട്ടെ, പഞ്ചാഗ്നിയിലെ ഗീത ചെയ്ത കഥാപാത്രമാകട്ടെ, ഈ ഒരു മനോരഥങ്ങളുടെ ട്രെയിലർ കാണുമ്പോഴും എനിക്ക് ആ സന്തോഷം ഉണ്ടായി. കാരണം ഓരോ സ്ത്രീ കഥാപാത്രങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. എങ്ങനെയാണ് ഈ സിനിമയിൽ? കാരണം പാർവതി ഉണ്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ മധുബാലയുണ്ട്, നദിയ മൊയ്തു ഉണ്ട്. അയ്യോ, ഓർക്കാൻ അത്രയും നല്ല കഥാപാത്രങ്ങൾ. എങ്ങനെയാണ് മാഡം ഈ ഒരു മനോരഥങ്ങളുടെ സ്ത്രീ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്? എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ ഒരു USP എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമയിലും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ പക്ഷത്ത് ഉള്ള കഥകൾ എന്ന് പറയുമ്പോൾ വിൽപ്പനയും കാഴ്ചയാണ്. പിന്നെ ഒരു പരിധിവരെ ഷെർലക്കിലെ ചേച്ചിയുടെ ആ കഥാപാത്രം. പക്ഷെ എല്ലാത്തിലും പിന്നെ അപർണ, ആൻ, രണ്ടുപേരും വളരെ സ്ട്രോങ് ക്യാരക്ടേഴ്സാണ് കടൽക്കാറ്റിൽ. അപ്പോൾ അത് രണ്ടുപേരും രണ്ട് തലത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് അതിൽ. രണ്ട് ടൈപ്പ് വളരെ വ്യത്യാസമായിട്ട്. അപ്പോൾ അതൊക്കെയും എനിക്ക് തോന്നുന്നു ഓൾ ദിസ് ആഡ്സ് ടു ദ സ്ട്രെങ്ത് ഓഫ് ദ ഷോ. ഇപ്പോൾ മനോരഥങ്ങൾ എന്നുള്ള ഷോൻ്റെ മൊത്തം സ്ട്രെങ്ത്തിനെ ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും അത് ആഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും.